തിരുവനന്തപുരത്ത് ആര്യനാട് ആസിഡ് കുടിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ജീവനൊടുക്കി. കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ശ്രീജയാണ് മരിച്ചത്. പ്രാദേശിക CPIM നേതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് ഉന്നയിച്ച് അധിക്ഷേപിച്ചതിന്റെ മനോവിഷമത്തിലാണ് ശ്രീജ ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് ആര്യനാട് കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ശ്രീജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊക്കോട്ടാലയിലെ വീട്ടുപരിസരത്ത് വെച്ചായിരുന്നു സംഭവം. ശ്രീജയെ ആര്യനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആസിഡ് കുടിച്ചതാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ശ്രീജയുടെ മരണകാരണം വ്യക്തിഹത്യയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മോശമായുള്ള രീതിയിൽ സംസാരിച്ചാൽ മനോവിഷമം കൊണ്ട് അവൾ ചെയ്തു. പൊതുയോഗാരാണ് ജംഗ്ഷനിൽ സ്ത്രീ ജനം CPM-ന്റെ ആൾക്കാർ ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന കൊടുക്കാതെയാണ് സംസാരിച്ചത്. ലോൺ പാസ്സായപ്പോഴാണ് ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. വ്യക്തിപരമായിട്ടുള്ള കടം, ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല. കഴിഞ്ഞ ദിവസം ആര്യനാട് ജംഗ്ഷനിൽ CPIM പ്രാദേശിക നേതൃത്വം ശ്രീജയ്ക്കെതിരെ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് നടത്തി പണം കവരുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ശ്രീജയുടെ ബാധ്യത ബന്ധപ്പെട്ട മുന്നണി ഏറ്റെടുക്കണമെന്നും CPIM പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. പ്രതിഷേധത്തിനിടയിൽ ശ്രീജയ്ക്കെതിരെ വ്യക്തിഹത്യ നടന്നുവെന്നും ആരോപണമുയർന്നു. എന്നാൽ പ്രാദേശിക CPIM നേതാക്കൾ ഈ ആരോപണം തള്ളി. പൈസ കൊടുക്കാനുള്ള ആൾക്കാരിൽ തന്നെ പലരും പങ്കെടുത്തുകൊണ്ടാണ് ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ വന്നത്. അത് പ്രതിഷേധം ഈ കുട്ടിക്ക് മെമ്പറിൻ്റെ വിഷയമാണെങ്കിലും അത് ആ പാർട്ടി അവരെ ജയിപ്പിച്ച് പഞ്ചായത്തിലേക്ക് അയച്ച ആ പാർട്ടി ഈ ഒരു വിഷയം പ്രതിസന്ധി പരിഹരിച്ച് ആളുകളെ ഈ പ്രശ്നം പരിഹരിക്കണം, അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം. അതേസമയം ശ്രീജയുടെ മരണത്തിൽ CPIM നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ആര്യനാട് ജംഗ്ഷൻ ഉപരോധിച്ച പ്രവർത്തകർ ഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിലേക്കും ഉപരോധം നീണ്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ, മുൻ വാർഡ് മെമ്പർ ഷിജി കേശവൻ, DYFI ഏരിയ കമ്മിറ്റി മെമ്പർ മഹേഷ്, CDS ചെയർപേഴ്സൺ സുനിത എന്നിവർക്കെതിരെ കേസെടുക്കാം എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. അതായത് ഈ മരണപ്പെട്ട ആളിന്റെ ഭർത്താവിന്റെയും മകളുടെയും മൊഴി അടിസ്ഥാനത്തിൽ മൊഴി അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത്. അതായത് ആത്മഹത്യാ ശ്രമത്തിലാണ് കേസെടുക്കുന്നത്. ആത്മഹത്യ പ്രേരണയ്ക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ധാരാളം ആളുകൾ അവിടെ കാത്തു നിൽക്കുകയാണ്. അത് നമ്മൾ മാനിക്കുന്നു. 60 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യത ശ്രീജയ്ക്കുണ്ടെന്നാണ് വിവരം. പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിനായി പലരിൽ നിന്ന് 20 ലക്ഷത്തോളം രൂപ വാങ്ങിയിരുന്നു. KSF-ൽ നിന്ന് ലോൺ എടുത്ത് കടം വീട്ടാൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്നതിനിടെയാണ് മരണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.